ഗെയ്സ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. സോസ് ഗാർഡൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യല്ലേ, നിങ്ങൾക്കൊക്കെ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള, അതായത് ചെടിപ്രേമികൾക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെട്ട ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. നോക്കിക്കേ, നമ്മുടെ ഫ്ലവറിംഗ് പ്ലാന്റ്സ് എല്ലാം നിറച്ച് പൂക്കളാണ്. അപ്പോൾ എല്ലാവരും ചോദിക്കും എന്താണ് ഇങ്ങനെ നിറച്ച് പൂക്കൾ ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള ഒരു റീസൺ, അല്ലെങ്കിൽ ഞങ്ങളുടെ വീട്ടിൽ റോസ് പൂക്കുന്നില്ല, ബൊഗെയിൻവില്ലയിൽ നല്ല രീതിയിൽ ഫ്ലവർ കിട്ടുന്നില്ല എന്നൊക്കെ ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട്. അപ്പം നമ്മൾ കറക്റ്റ് ടൈമിൽ നമ്മുടെ ഫ്ലവറിംഗ് പ്ലാന്റ്സിൽ വളങ്ങൾ കൊടുത്താൽ മാത്രമേ നല്ല രീതിയിൽ ഫ്ലവർ കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പം എപ്പോഴും എല്ലാവരും ഇത് വാങ്ങിച്ച് വെക്കേണ്ട, അല്ലെങ്കിൽ ഫ്ലവേഴ്സ് ഇഷ്ടപ്പെടുന്നവരുടെ വീട്ടിൽ എല്ലാവരും മസ്റ്റായിട്ടും വേണ്ടുന്ന ഒരു വളമാണിത്. ഇതിൻ്റെ പേര് DAP. DAPയുടെ ബ്ലാക്കും വൈറ്റും നമുക്ക് മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും. വൈറ്റ് കുറച്ച് കിട്ടാൻ പാടാണെന്നാണ് എല്ലാവരും പറയുന്നത്. ബ്ലാക്ക് ആയാലും കുഴപ്പമില്ല, വൈറ്റ് ആയാലും കുഴപ്പമില്ല. അപ്പം രണ്ടും സെയിം യൂസേജ് തന്നെയാണ് വരുന്നത്. പിന്നെ കുറച്ച് ആൾക്കാരൊക്കെ പറയും ബ്ലാക്ക് നമ്മൾ കൂടുതലും പച്ചക്കറികളിലാണ് ഉപയോഗിക്കുന്നത്, വൈറ്റ് പൂച്ചെടികൾക്കുമാണ് ഉപയോഗിക്കുന്നതെന്ന്. നമ്മൾ രണ്ടും യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പം നമ്മൾ ഏത് പോട്ടിലേക്കാണോ അതായത് നമുക്ക് ഏത് ചെടികൾക്കാണോ ഇത് ഇട്ട് കൊടുക്കുന്നത്, ആ ചെടികൾ ആദ്യം ഒന്ന് നനച്ചു കൊടുക്കാൻ നല്ലതായിരിക്കും. കാരണം ആ ഒരു പോട്ടിൽ എപ്പോഴും ഈർപ്പം നിലനിൽക്കുന്നത് നല്ലതായിരിക്കും. ശേഷം കുറച്ച് മണ്ണൊന്ന് വകഞ്ഞ് മാറ്റിയതിന് ശേഷം നമ്മുടെ ഈ ഒരു DAP, അതായത് മെച്യൂർ പ്ലാന്റിലാണെങ്കിൽ 25 മുതൽ 30 ബോൾസ് വരെ DAP നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. തൈകളാണെങ്കിൽ വെറും 5-6 ബോൾസ് മാത്രം മതി കേട്ടോ. അധികം ഇട്ട് കൊടുക്കരുത്. അധികം ഇട്ട് കൊടുത്താൽ കഴിഞ്ഞാൽ പ്ലാന്റ് കരിഞ്ഞു പോകാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ്. അങ്ങനെ നമ്മൾ സ്ഥിരമായിട്ട് ഇങ്ങനെ DAP അപ്ലൈ ചെയ്യുന്നത് കൊണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് പ്ലാന്റിൽ ഈ ഒരു വളം അപ്ലൈ ചെയ്യേണ്ടത് കൊണ്ടാണ് നമ്മൾ ഡയറക്റ്റ് അതിൻ്റെ ചോട്ടിലിട്ട് കൊടുക്കുന്നത്. ഇങ്ങനെ ഇട്ടാലും കുഴപ്പമില്ല. എന്നാലും ആദ്യമായിട്ടൊക്കെ ഇടുന്നവർ മണ്ണൊന്ന് വകഞ്ഞ് മാറ്റി ഇട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. അപ്പം നമ്മൾ ഈ ഒരു DAP അപ്ലൈ ചെയ്യേണ്ട മെത്തേഡ് പറഞ്ഞാൽ, DAP ഇട്ട് കഴിഞ്ഞതിന് ശേഷം നല്ല രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനിയും ചില ആൾക്കാരുടെ സംശയമാണ് എന്താണ് ഈ ഒരു ബ്ലാക്ക് DAPയും വൈറ്റ് DAPയും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്താണ്. ബ്ലാക്ക് DAP ആണെങ്കിലും നമുക്ക് വെള്ളത്തിലേക്ക് പെട്ടെന്ന് അലിഞ്ഞു ചേരാൻ സമയമെടുക്കും. ഈ ഒരു വൈറ്റ് DAP ആണെങ്കിൽ നമ്മൾ വെള്ളത്തിലേക്ക് പെട്ടെന്ന് തന്നെ അലിഞ്ഞു ചേരും. അപ്പം നമ്മൾ വേണമെങ്കിൽ സെപ്പറേറ്റ് ഒരു വെള്ളത്തിലിട്ട് കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഏതാണ് ആദ്യം അലിഞ്ഞു ചേരുന്നത് എന്ന് മനസ്സിലാവും. അപ്പം നമ്മൾ ഈ ഒരു വൈറ്റ് DAP ഇട്ടതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. വൈറ്റ് ആണെങ്കിൽ അന്നേരം തന്നെ ഇതിനകത്തേക്ക് ഡൈലൂട്ട് ആയിട്ട് പൊക്കോളും. പക്ഷെ ബ്ലാക്ക് ആണെങ്കിൽ അതിൻ്റെ തരികൾ പതുക്കെ മാത്രമേ വെള്ളത്തിലേക്ക് അലിഞ്ഞു ചേരത്തുള്ളൂ കേട്ടോ. ഇതാണ് അതിൻ്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ ഇനി DAP അപ്ലൈ ചെയ്യേണ്ട എപ്പോഴൊക്കെയാണെന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത്. ഇനി ഒരു DAP അപ്ലൈ ചെയ്യേണ്ടത് നമ്മൾ മാസത്തിൽ 2 തവണ DAP കൊടുക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ചില പ്ലാന്റ്സിൽ ഡയാന്തസ്, നമ്മുടെ റോസ്, ബൊഗെയിൻവില്ല അങ്ങനെയുള്ള ചെടികളിലൊക്കെ നമ്മൾ കറക്റ്റ് സമയത്ത് പ്രൂണിങ് ചെയ്യണം. ഈ ഒരു ഫ്ലവർ കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പോർഷൻ കട്ട് ചെയ്ത് വിടണം. പ്രൂൺ കറക്റ്റായിട്ട് ചെയ്താൽ മാത്രമേ ഈ ഒരു ഡയാന്തസ് ഒക്കെ നന്നായിട്ട് ഫ്ലവർ ചെയ്യത്തുള്ളൂ. പ്രൂണിങ് കറക്റ്റായിട്ട് ഡയാന്തസിൻ്റെയൊക്കെ കേസിൽ നടന്നില്ലെങ്കിൽ ആ ഒരു പ്ലാന്റ് നശിച്ചു പോകും. റോസ് ആണെങ്കിലും മുരടിപ്പ് ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ്. അപ്പം DAP എല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കും എങ്ങനെയാണ് ഈ ഒരു നഴ്സറിയിലൊക്കെ ഇതുപോലെ പൂക്കൾ പെട്ടെന്ന് ഉണ്ടാവുന്നത്, നമുക്ക് വീട്ടിലുണ്ടാവുന്നില്ലല്ലോ എന്ന്. ഇപ്പോൾ വീട്ടിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു നേരം വെള്ളം ഒഴിച്ചാൽ ഒഴിച്ച് ഇല്ലെങ്കിൽ ഇല്ല എന്നുള്ളൊരു അവസ്ഥയാണല്ലോ നമ്മൾ സാധാരണഗതിയിൽ ഉണ്ടാവുന്നത്. അപ്പം നഴ്സറീസിൽ പറഞ്ഞാൽ 2 നേരം നന്നായിട്ട് വെള്ളം കൊടുക്കും. അതുപോലെ കറക്റ്റ് സമയത്ത് അതിന് വേണ്ടുന്ന കീടനാശിനികളും അല്ലെങ്കിൽ ഫെർട്ടിലൈസറും എല്ലാം നഴ്സറീസിൽ കറക്റ്റ് സമയത്ത്, അതായത് ഒരു ചെടിക്ക് എപ്പോഴൊക്കെയാണോ വളങ്ങൾ വേണ്ടത് ആ ഒരു സമയത്ത് കറക്റ്റായിട്ട് നഴ്സറീസിൽ അത് അപ്ലൈ ചെയ്യുന്നത് കൊണ്ടാണ് അവിടെ പ്ലാന്റ്സ് എപ്പോഴും ഫ്ലവർ ചെയ്ത് അടിപൊളിയായിട്ട് നിൽക്കുന്നത്. ഇത് നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാനുള്ളതേ ഉള്ളൂ. ആദ്യകാലത്തൊക്കെ നമ്മൾ നഴ്സറി ചെല്ലുമ്പോൾ അവർ എന്ത് വളം കൊടുക്കുന്നതുകൊണ്ടാണ് നമ്മുടെ ഇതുപോലെ റോസൊക്കെ നന്നായിട്ട് പൂക്കുന്നുണ്ടല്ലോ, നമ്മുടെ വീട്ടിൽ പൂക്കുന്നില്ലല്ലോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കുമായിരുന്നു. പക്ഷേ ഇപ്പം എല്ലാവർക്കും കാര്യങ്ങൾ അറിയാം, നമുക്ക് കൊടുക്കേണ്ട വളങ്ങൾ എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്നറിയാം. പക്ഷെ നമ്മളൊന്ന് കുറച്ച് പ്ലാന്റ്സിനെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്ലാന്റ്സ് നല്ല രീതിയിൽ തന്നെ നമ്മുടെ പ്ലാന്റ്സ് വളർത്തിയെടുക്കാനും പൂക്കൾ ഉണ്ടാവാനും ഒക്കെ സഹായിക്കും കേട്ടോ. ഈ ഒരു ചെത്തിയും ലണ്ടാനയും ഒക്കെ നമുക്ക് സെയിലിനിരിക്കുന്ന പ്ലാന്റ് ആണ്. പക്ഷേ ഇത് സെയിൽ വീഡിയോ അല്ലാത്തത് കൊണ്ട് നമ്മൾ ഇതിൻ്റെ പ്രൈസും മറ്റു കാര്യങ്ങളും ഒന്നും പറയുന്നില്ല. ഇതിൻ്റെയൊക്കെ, അതായത് ചെത്തിയും ലണ്ടാനയൊക്കെ വേണമെങ്കിൽ സസ് ഗാർഡൻസിൻ്റെ ഈ ഒരു വീഡിയോസ്, കറക്റ്റായിട്ട് ചെത്തിയുടെയൊക്കെ വീഡിയോസ് നോക്കിയാൽ മതി, കാണാൻ പറ്റും കേട്ടോ. അങ്ങനെ നമ്മൾ DAP എല്ലാ പോട്ടിലും അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ പ്ലാന്റൊക്കെ ഇത് ഏകദേശം പ്രൂണിങ് കഴിഞ്ഞ പ്ലാന്റ് ആയിരുന്നു കേട്ടോ. ചൈനീസ് ബോൾസ് ആണെങ്കിലും നമ്മളതിനെ പ്രൂൺ ചെയ്യാറുണ്ട്. പ്രൂണിങ് കഴിഞ്ഞ പ്ലാന്റ് ആയിരുന്നു. ഇതിനകത്തെല്ലാം വളവിട്ടിട്ട് നമ്മൾ നല്ല രീതിയിൽ വെള്ളം കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഫ്ലവറിങ് പ്ലാന്റിലും നോൺ ഫ്ലവറിങ് പ്ലാന്റിലും ഒരുപോലെ നമുക്ക് DAP ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഫ്ലവറിങ് പ്ലാന്റിന് ഏറ്റവും മസ്റ്റായിട്ട് വേണ്ടത് വെള്ളം, വളം, വെയിൽ, ഈ 3 സാധനവും നന്നായിട്ടുണ്ടെങ്കിൽ മാത്രമേ ഫ്ലവറിങ് പ്ലാന്റ്സിന് നന്നായിട്ട് ഫ്ലവർ കിട്ടത്തുള്ളൂ. നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന ഫ്ലവറിങ് പ്ലാന്റ് തണലത്താണ്
ഇരിക്കുന്നതെങ്കിൽ അത് എന്തായാലും വെയിലത്ത് വെക്കുക. നല്ല രീതിയിൽ വെയിൽ കിട്ടിയാൽ മാത്രമേ പ്ലാന്റ്സ് നന്നായിട്ട് പൂ തരത്തുള്ളൂ. അതുപോലെ തന്നെ വെയിൽ മാത്രം പോരാ, വെയിലിനൊപ്പം തന്നെ നല്ല രീതിയിൽ വെള്ളവും അതുപോലെ തന്നെ വളവും കൊടുക്കാൻ ശ്രമിക്കുക കേട്ടോ. അപ്പം ഈ ഒരു DAP അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. നമുക്ക് DAP അപ്ലൈ ചെയ്യാം. അതുപോലെ ചൈനീസ് ബോൾസ് ഒക്കെ ആണെങ്കിൽ കീടങ്ങളുടെ ശല്യം കൂടുമ്പോഴത്തേന് കീടനാശിനി അപ്ലൈ ചെയ്താൽ മാത്രമേ ഈ ഒരു പ്ലാന്റ് നിൽക്കത്തുള്ളൂ. ഫംഗസൈഡ് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രമേ ഈ ഒരു ഫംഗൽ ഇൻഫെക്ഷനിൽ നിന്ന് ഈ ഒരു പ്ലാന്റ് നമുക്ക് രക്ഷപ്പെടുത്തി എടുക്കാനും ഒക്കെ പറ്റത്തുള്ളൂ കേട്ടോ. അപ്പം എല്ലാവർക്കും ഒരുപാട് യൂസ്ഫുൾ ആയ വീഡിയോ ആണെന്ന് കരുതുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംശയം ഈ വളങ്ങൾ അപ്ലൈ ചെയ്യുന്നതിനെ പറ്റിയിട്ട് എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊന്ന് കമൻറ്റ് ഇട്ടാൽ മതി, അല്ലെങ്കിൽ സസ് ഗാർഡൻസിൻ്റെ വാട്സപ്പ് നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. നമുക്കറിയുന്ന കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്, എപ്പോഴും പറഞ്ഞു തരാൻ ശ്രമിക്കുന്നുണ്ട്. പ്ലാന്റ്സ് വേണമെങ്കിൽ നമ്മുടെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പം വീഡിയോസൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളുക. നമ്മൾ ഏറ്റവും ചെറിയ പ്രൈസ് മുതലുള്ള പ്ലാന്റ്സ് കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ പ്ലാന്റിന് വേണ്ടുന്ന കെയറിങ് കറക്റ്റായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇതെല്ലാം ഒരുപാട് ഉപകാരപ്പെടും. അപ്പോൾ ഉപകാരപ്പെട്ടാൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും കൂടെ ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അടുത്ത വീഡിയോയിൽ കാണാം.